Hello friends, Sonal Sajith YouTube channel. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോനാൽ സജിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു പഴയ വർക്ക് ചെയ്യാത്ത ഒരു ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഉദ്ദേശിച്ചത് ഇതിൻ്റെ മോട്ടോർ വർക്കിംഗ് ആണ്. ഡിസ്ക് കംപ്ലൈൻ്റ് ആയത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഹാർഡ് ഡിസ്ക്കാണ് നമുക്ക് ഇതിനാവശ്യം. അപ്പോൾ ഇത് വെച്ച് ഉണ്ടാക്കുന്ന സാധനം എന്ന് വെച്ചാൽ എല്ലാ വീട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്നും സാധനമൊന്നും അതെങ്ങനെ ഉണ്ടാക്കുന്നു അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടില്ല ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനെടുത്ത വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വർക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഇത് ചെയ്യാനായി ആദ്യമായി ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു ഹാർഡ് ഡിസ്ക്കാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിൻ്റെ ഞാൻ കേസ് ആദ്യം റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി റിമൂവ് ചെയ്യാനുള്ളത് ഈ 3 സ്ക്രൂസാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായി നമുക്ക് ഇതേപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ ആവശ്യമുണ്ട്. അതിൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഇതാണ്, ഷേപ്പാണ്. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഇത് പാറ്റേണിലാണ് ആ ഒരു സ്ക്രൂ ഉള്ളത്. അപ്പോൾ ഇതേപോലത്തെ സ്ക്രൂ ഡ്രൈവർ ആവശ്യമുണ്ട് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്തു. അപ്പോൾ ഈ സംഭവം റിമൂവ് ചെയ്തെടുക്കുക. ഈ ഡിസ്ക് നമ്മളിങ്ങനെ റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ആവശ്യമുള്ളത് ഇതേപോലത്തെ കുറച്ച് റഫ് സർഫസ് ആയിട്ടുള്ള ഒരു സാൻഡ് പേപ്പർ. അതിന് ശേഷം നമ്മൾ നേരത്തെ ഊരിയെടുത്ത ഡിസ്ക് അത് ഇതിലിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് അളവിൽ മുറിച്ചെടുക്കുക. ഈ സാൻഡ് പേപ്പർ ഔട്ട്ലൈനും ഇതാക്കണം, പിന്നെ ഈ സെൻറ്ററിലും കട്ട് ചെയ്തെടുക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ ആ ഡിസ്കിൻ്റെ സൈസിൽ സാൻഡ് പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഹാർഡ് ഡിസ്ക് എടുക്കുക. ആ ഹാർഡ് ഡിസ്കിലേക്ക് ആദ്യത്തെ ഡിസ്ക് ഇറക്കി വെച്ചിട്ട് പിന്നെ ഈ സാൻഡ് പേപ്പർ നമ്മൾ താത്തി വെക്കുക. അതേപോലെ ടൈറ്റാക്കിയ ശേഷം ഇനി മറ്റേ ഇതിൻ്റെ ബോൾട്ടെല്ലാം ഇട്ടിട്ട് സ്ക്രൂ ഇട്ട് വെക്കുക. നല്ല ടൈറ്റായിട്ട് സ്ക്രൂ ഇട്ട് വെക്കുക. പഴയ പോലെ തന്നെ സ്ക്രൂ ഇട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഇതേപോലത്തെ ഒരു SMBS ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പവർ സപ്ലൈ. ഇത് കമ്പ്യൂട്ടറിൻ്റെ CPU ഉണ്ടാകുന്നതാണ് ഈ ഒരു പവർ സപ്ലൈ. അപ്പോൾ ഇതാണ് ഇതിനാവശ്യം. അപ്പോൾ ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്താലും ഇത് വർക്ക് ചെയ്യൂല. അപ്പോൾ അതിന് ഇതിൻ്റെ ഈ വയറിൽ ഈ വലിയ കേബിളിൽ ഇവിടെ കാണുന്ന ഗ്രീൻ വയറും ഏതെങ്കിലും ഒരു ബ്ലാക്ക് ആയിട്ട് ഷോർട്ട് ചെയ്യണം. അതായത് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഗ്രീൻ വയർ, ഈ നാലാമത്തെ ഈ ഗ്രീൻ വയറും ഏതെങ്കിലും ഒരു ബ്ലാക്കും തമ്മിൽ ഷോർട്ട് ചെയ്യണം. അതിന് ഇതേപോലത്തെ ഒരു ചെറിയ വയർ എടുക്കുക. എന്നിട്ട് ഒന്ന് ഗ്രീനിൽ കണക്ട് ചെയ്യുക, പിന്നെ ഒന്ന് ഏതെങ്കിലും ഒരു ബ്ലാക്കിലും കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ട് ഷോർട്ട് ചെയ്യണം, എന്നാലേ SMBS വർക്ക് ചെയ്യൂ. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് കൊടുക്കണം. വർക്ക് ചെയ്യണം, ഇങ്ങനെ ഷോർട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം, സംഭവം വർക്ക് ചെയ്യുന്നുണ്ടോ. അതിന് SMBSൽ ആ സാറ്റ കേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് SMBS ഒന്ന് ഓണാക്കാം. ഇത് നിങ്ങൾക്ക് കാണാൻ നല്ല സ്പീഡിൽ തന്നെ സംഭവം കറങ്ങുന്നുണ്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, സംഭവം മൂർച്ചാവുന്നുണ്ടോ, എങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. ഈ സാൻഡ് പേപ്പർ ഞാൻ ഇതിൽ ഒട്ടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇതിൻ്റെ ഇത് പോയി കഴിഞ്ഞാൽ പുതിയ സാൻഡ് പേപ്പർ ഇടാൻ കഴിയില്ല. പിന്നെ ഇതിൻ്റെ മേലെ തന്നെ ഒട്ടിക്കേണ്ടി വരും. അതായത് ഈ സാൻഡ് പേപ്പറിൻ്റെ മേലെ തന്നെ ഒട്ടിക്കേണ്ടി വരും. പറിച്ച് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഒട്ടിച്ചില്ല എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. വർക്ക് ചെയ്യുമ്പോൾ നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒട്ടിക്കണം എന്നില്ല നിർബന്ധമൊന്നുമില്ല. കാണാൻ നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സംഭവം ഇങ്ങനെ കറങ്ങുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതൊരു ഷേപ്പില്ലാതെ ഒരു പഴയ സ്ക്രൂ ഡ്രൈവർ ടെസ്റ്ററാണ് ഇത്. നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം.
കറക്റ്റ് ഷേപ്പായിട്ട് എടുത്തിട്ടുണ്ട്, കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു കത്തി മൂർച്ചാക്കി നോക്കാം. ഇതേപോലെ ഇത് കുറച്ച് മൂർച്ചം കുറഞ്ഞൊരു കത്തിയാണ്. ഈ ഒരു കത്തി കുറച്ച് മൂർച്ചം കുറഞ്ഞതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം. ഇവിടെ ഇങ്ങനെ മൂർച്ചയായി ആയിട്ടുണ്ട്, സംഭവം മൂർച്ചയായിട്ടുണ്ട്. അപ്പം ഇതെല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും ആക്കി നോക്കിയത് ഏറ്റവും യൂസ്ഫുള്ളായ സാധനമാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കത്തി ഉണ്ടാവും, അപ്പോൾ അതിന് മൂർച്ചയും കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇതേപോലത്തെ ഒരു സാധനം ആക്കിയാൽ എല്ലാവർക്കും അത് യൂസ്ഫുള്ളാണ്, എല്ലാ വീട്ടുകാർക്കും യൂസ്ഫുള്ളാണ്. എല്ലാവർക്കും സ്വന്തം തന്നെ ചെയ്യാൻ പറ്റും, വേറെ എവിടെയും കൊടുക്കണ്ട. ഇത് മൂർച്ചയാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ മൂർച്ചയാക്കുക ഇതിനെ കൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ കുട്ടികളെ കയ്യിൻ്റെ അടുത്തൊന്നും ആക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് കൈ വരഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും, കൈക്ക് നല്ല വേദന, പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സ്പീഡിൽ വരയുമ്പം. അപ്പോൾ കുട്ടികളെ കയ്യിലൊന്നും എത്താണ്ട് ഇത് സൂക്ഷിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കൂ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം.